അജി കാലത്ത് ഇവിടുന്ന് പുറപ്പെട്ട് ആ വീട്ടിലേക്ക് വന്നത് തന്നെ വിസ്മയ ഇറക്കിക്കൊണ്ടു പോകാനായിരിക്കോ? ആ പെണ്ണ് 3 തവണയായില്ലേ ചാടിപ്പോവാൻ ശ്രമിക്കുന്നത്. ആദ്യവട്ടം നമ്മൾ തടഞ്ഞു. 2ാം വട്ടം ജാനകിയുടെ മകന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ അജിയുമായി കണ്ടുമുട്ടി. ഇപ്പതാ ഇങ്ങനെയും. മാത്രമല്ല, രാവിലെ അജി അവിടെ എത്തിയപ്പോ തന്നെ അവള് ജാനകിയുടെ വീട്ടിൽ നിന്ന് മുങ്ങണമെങ്കിൽ അവര് തമ്മിൽ പ്ലാനിങ് നടത്തി തന്നെ ചെയ്തു കൂട്ടിയതാവണം. എന്താ, അതിനല്ലേ സാധ്യത കൂടുതല്? മഹേശ്വരി ഈ പറഞ്ഞത് പെട്ടെന്ന് നിഷേധിക്കാനാവില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് അജിക്ക് നമ്മൾ എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന സംശയമുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ വെച്ച് നമ്മൾ കളിക്കുന്നുവെന്ന് പലവട്ടം അവൻ മുഖത്ത് നോക്കി പറഞ്ഞത് നമ്മൾ മറക്കരുത്. അതെല്ലാം കൃത്യമായി നമ്മുടെ പദ്ധതികൾ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമെന്നാ ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ വിസ്മയുടെ പ്രഗ്നൻസിക്ക് പിന്നിലെ സത്യവും നമ്മൾ അവളുമായി നടത്തിയ ഡീലും എല്ലാം അജി മനസ്സിലാക്കിയെന്നാണോ ചേട്ടത്തി ചേച്ചിയും കൂടെ പറയുന്നത്? നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോ അത് ശരിയാവാനാണ് സാധ്യത. അതെ, നമ്മുടെ നിർഭാഗ്യത്തിന് അജി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞെന്നേ കരുതാൻ പറ്റും. എനിക്കങ്ങനെ തോന്നുന്നില്ല. എല്ലാ സത്യവും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജി അവളെ കാറിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിരുന്നോ? ഇല്ലല്ലോ. നേരെ കൈ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ നിർത്തുകയല്ലേ ഉള്ളൂ. സ്വന്തം കുഞ്ഞാണ് വിസ്മയുടെ ഉള്ളിലെന്ന് അറിവുണ്ടെങ്കിൽ ഇതുവരെയുള്ള അജിയുടെ സ്വഭാവം വെച്ച് അവൻ അതേ ചെയ്യൂ. ഉറപ്പാ എനിക്ക്. അതും ശരിയാണ്. ശിവനി പറഞ്ഞതിലും കാര്യമുണ്ട് മഹേശ്വരി. അജി ഒന്നും അറിഞ്ഞിരിക്കില്ല. അവനും വിസ്മയെ യാദൃശികമായി എവിടെയോ വെച്ച് കണ്ടുമുട്ടിയതാവും. അവര് തമ്മിൽ ആഴത്തിലുള്ള ബന്ധമായിരിക്കില്ല, ജസ്റ്റ് ഒരു ഹായ് ബന്ധം മാത്രമായിരിക്കും. അങ്ങനെ കരുതി സമാധാനിക്കാനേ പറ്റൂ. ഇപ്പൊ പിടിയിട്ട് എന്താ സംഭവം? അജിയും വിസ്മയും എവിടെയോ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടെന്നുള്ള സംശയം ടൗണിൽ വെച്ച് അവരെ കണ്ടത് മുതൽ എന്റെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോഴാ ചിത്രം ഓർമ്മ വന്നത്. ചേച്ചിയുടെ പിറന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വിസ്മയുടെ ചേട്ടന്റെ ആ മംഗല്യ ടെക്സ്റ്റൈൽസിൽ പോയിരുന്നത് ഓർമ്മയുണ്ടോ? ആ, അന്ന് അവിടെ വെച്ചാ അജിയും വിസ്മയെയും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ ഒരൊറ്റ കണ്ടുമുട്ടലുകൊണ്ട് അജിയും വിസ്മയും തമ്മിൽ സൗഹൃദത്തിലായെന്നാണോ നീ പറയുന്നത്? എന്നല്ല, അത് മറന്നു പോകാനാണ് ചാൻസ്. പക്ഷേ വീണ്ടും വല്ലയിടത്തും വെച്ച് അവർ കണ്ടിട്ടുണ്ടാവും. ആ പരിചയമാണ് ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറിയിരിക്കുന്നത്. അത് ശരിയായിരിക്കും മഹേശ്വരി. അങ്ങനെയെങ്കിൽ അജി വിസ്മയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് അവളുടെ വീട്ടിലേക്കായിരിക്കുമോ? അതും ഒരു സാധ്യതയാണ്. വീട്ടിലേക്ക് പോവുകയായിരുന്നു അവളുടെ ആവശ്യം. സുഹൃത്തായ അജിയോട് അവൾ ആവശ്യം പറഞ്ഞപ്പോ വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ടുവിടാതെ നാട്ടിൽ കൊണ്ടുവിടാൻ പോയത് തന്നെ ആവാനാ സാധ്യത. അതാ മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വരാത്തത്. ശിവ, നീ ഇപ്പൊ തന്നെ അവിടേക്ക് പുറപ്പെടണം. അജി വിസ്മയോടൊപ്പം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. സമയം കളയാനില്ല നമുക്ക്. ശരി അടുത്തി, ഇപ്പൊ തന്നെ പുറപ്പെടാൻ.